നമസ്കാരം, ഞാൻ വിനീത, IES കോളേജ് ഓഫ് ആർക്കിടെക്ചറിൽ വൈസ് പ്രിൻസിപ്പളാണ്. ആർക്കിടെക്ചർ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇന്ത്യയിൽ ആർക്കിടെക്ചർ ഒരു 5 കൊല്ലത്തെ കോഴ്സാണ്. ആർക്കിടെക്ചർ കോഴ്സ് ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ കോഴ്സ് കഴിഞ്ഞാൽ സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. മറ്റുള്ള പ്രൊഫഷനെ പോലെ സ്വന്തമായി സ്റ്റാർട്ട് ചെയ്യാൻ വലിയ ചെലവുകളുടെ ആവശ്യമില്ല. ആർക്കിടെക്ട്സ് ജോലി തേടുന്നവരല്ല, മറിച്ച് ജോലി നൽകുന്നവരായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ ഓഫീസുകളിലും മൾട്ടിനാഷണൽ കമ്പനീസിലും ജോലി ലഭ്യമാണ്. ആർക്കിടെക്ട് എന്ന കോഴ്സിലേക്ക് വരുവാനായി നാറ്റ എക്സാം എഴുതേണ്ടതാണ്. നാറ്റ എന്ന് പറഞ്ഞാൽ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ. ഈ ടെസ്റ്റ് എഴുതി ക്വാളിഫൈ ആവുന്നവർക്ക് മാത്രമാണ് ആർക്കിടെക്ചറിൽ അഡ്മിഷൻ ലഭിക്കുക. നാറ്റയുടെ കൂടുതൽ വിശദാംശങ്ങൾ nata.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അടുത്തതായി അസിസ്റ്റന്റ് പ്രൊഫസർ വർഷ നാറ്റയുടെ സിലബസ് വിശദീകരിക്കുന്നതായിരിക്കും. നമസ്കാരം, ഞാൻ വർഷ, IES കോളേജ് ഓഫ് ആർക്കിടെക്ചറിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. നാറ്റ എക്സാമിനെ പറ്റി പറയാനാണെങ്കിൽ 3 മണിക്കൂറുള്ള 200 മാർക്കിൻ്റെ ഒരു എക്സാമാണ്. 2 ഭാഗങ്ങളായിട്ടാണ് എക്സാം വരുന്നത്. 1.5 മണിക്കൂർ ആദ്യത്തെ പാർട്ട് എ, അത് 80 മാർക്കിനാണ്. പാർട്ട് ബി 120 മാർക്കിന് പിന്നെയും 1.5 മണിക്കൂറാണ്. അപ്പോൾ പാർട്ട് എയിൽ നമുക്ക് വരിക ഡ്രോയിങ് ആൻഡ് സ്കെച്ചിങ് ചോദ്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ 2 ചോദ്യങ്ങൾ 25 മാർക്ക് വീതം കോമ്പോസിഷൻസ് ആണ്. കളർ ഉപയോഗിച്ചിട്ടുള്ള കോമ്പോസിഷൻ കൂടാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോസിഷൻ 2 ചോദ്യങ്ങളാണ്. അത് കൂടാതെ ഒരു 3D കോമ്പോസിഷൻ ചോദ്യം ഉണ്ടായിരിക്കും. അത് 30 മാർക്ക് വെയിറ്റേജ് ഉള്ള ചോദ്യമാണ്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കിറ്റ് ഉപയോഗിച്ച് ക്രിയാത്മകമായിട്ട് ഒരു 3D കോമ്പോസിഷൻ ചെയ്യുന്ന ചോദ്യമായിരിക്കും അത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ 120 മാർക്കിന്റെ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ ഏറ്റവും ആദ്യം വിഷ്വൽ റീസണിങ്, എങ്ങനെ നമുക്കൊരു 2D 3D കോമ്പോസിഷൻ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന തരം ചോദ്യങ്ങൾ ഉണ്ടാകാം. അത് കഴിഞ്ഞാൽ ലോജിക്കൽ റീസണിങ്, ലോജിക്കൽ ഡെറിവേഷൻ എന്ന് പറയും. അതായത് ഒരു പ്രോബ്ലം ഡീകോഡ് ചെയ്ത് അതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കുന്ന തരം ചോദ്യങ്ങൾ ഉണ്ടാകാം. പിന്നെ വളരെ ജനറൽ ആയിട്ടുള്ള ആർക്കിടെക്ചർ ചോദ്യങ്ങൾ, GK, ഡിസൈൻ ചോദ്യങ്ങൾ ഉണ്ടാകാം. പിന്നെ ന്യൂമറിക്കൽ ചോദ്യങ്ങൾ ഉണ്ടാകാം. കൂടാതെ ലാംഗ്വേജ് ഒരു പ്രധാന ഘടകമാണ്. ലാസ്റ്റായിട്ട് വരുന്നത് ഡിസൈൻ സെൻസിറ്റിവിറ്റി ആൻഡ് തിങ്കിങ്, എങ്ങനെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഡിസൈൻ എങ്ങനെ ഒരു തിരിഞ്ഞു വരുന്നു, അങ്ങനത്തെ ചോദ്യങ്ങളും ഉണ്ടാകാം.